ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു കൂട്ടം വിഭവങ്ങളാണ്. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് കാസർഗോഡൻ സ്റ്റൈലിലുള്ളൊരു ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ചെടുക്കാനായിട്ട് 1 ടീസ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കുക. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുക. അതുപോലെ വറ്റൽമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അധികം എരിവില്ലാത്ത മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണ്. ഇനി പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കാം. മിക്സിയിലാണെങ്കിൽ മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഗ്രൈൻഡറിലാണെങ്കിൽ ഗ്രൈൻഡറിൽ. അപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു 3/4 ഭാഗം അരഞ്ഞ് വരുമ്പോഴേക്കും ഇതിലോട്ട് പുളി ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചെമ്മീൻ കറിക്ക് ഒരുപാട് പുളി ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മീൻ കറിക്ക് ചേർക്കുന്ന പോലെ അത്രയും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്ത് വരാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ഒരു കറി കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കാം, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം ചെമ്മീനാണ് കേട്ടോ ഞാൻ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വീണ്ടും തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ചെമ്മീൻ കുറഞ്ഞു പോകരുത് കേട്ടോ. കൂടുന്ന കൊണ്ട് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, കൂടുന്ന കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് കുറഞ്ഞു പോയാൽ ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മൊത്തം ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിക്കുക. തിള വരുമ്പോൾ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ 1-2 ടീസ്പൂൺ സവാള അരിഞ്ഞതൊന്ന് ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളക്കുമ്പോൾ തന്നെ ചെമ്മീൻ വെന്ത് കിട്ടും. പിന്നെ ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കണമെന്നില്ല. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് കാസർഗോഡൻ സ്റ്റൈലിലുള്ള ചെമ്മീൻ കറി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു ഷ്രിമ്പാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 300 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീനാണ്. നിങ്ങൾക്ക് വലിയ ചെമ്മീൻ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ട് നല്ല വൃത്തിയാക്കി ഇതിൻ്റെ അകത്തുള്ള ഒരു കറുത്ത പാർട്ടൊക്കെ ഇല്ല അതൊക്കെ എടുത്ത് വെള്ളമൊക്കെ കഴുകിയെടുത്ത ശേഷം വെള്ളമൊക്കെ വാർന്നെടുത്തിട്ടുള്ള ചെമ്മീനാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ചെമ്മീൻ വാല് ഒക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വിനീഗറും 1/2 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് എടുത്തിട്ട് നമ്മളിത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. ഒരു അരമണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ ഇത് വെക്കുന്നത്. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 15 മിനിറ്റ് എന്തായാലും വെക്കാം, പുറത്ത് തന്നെ വെച്ചാൽ മതി. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ലത് തന്നെയാണ്. സമയം ഉണ്ടെങ്കിൽ വെക്കുക കൂടുതൽ, 1 മണിക്കൂറൊക്കെ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഞാനൊരു ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 3/4 കപ്പ് എടുത്താൽ മതി. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ ബാലൻസ് വരില്ല. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഓനിയൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മിക്സിലോട്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 2 മുട്ടയാണ് കേട്ടോ. ഈ ഒരളവിൽ വേണ്ട ചെറിയ 2 മുട്ട നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരിച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസും മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്യുന്ന ആ ഒരു രീതി തന്നെയാണ്.
അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അരമണിക്കൂറൊക്കെ ആകുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇനി നമുക്ക് ചെമ്മീനൊന്ന് കോട്ടിങ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചെമ്മീനൊന്ന് കോട്ടിങ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ മൈദ മിക്സിലൊന്ന് കോട്ടിങ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ചെമ്മീൻ വേണമെങ്കിൽ ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന എന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ചുരുണ്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ല, എളുപ്പത്തിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ചെമ്മീനാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നിയത് ഈ ഒരു ചെറിയ ചെമ്മീൻ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്, വലിയ ചെമ്മീനിനെക്കാളും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിൽ ഈ ഒരു മൈദ മിക്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ചെമ്മീനിലോട്ടും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നുണ്ട് ഈ ഒരു മാവ്, ഈ ഒരു ഫ്ലോർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് വേണമെങ്കിലും കോട്ടിങ് ചെയ്തെടുക്കാം നന്നായിട്ട്. നമ്മൾ സാധാ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചിക്കൻ ബ്രോസ്റ്റഡൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ കോട്ടിങ് ചെയ്തെടുക്കുന്നില്ലേ, ആ ഒരു രീതി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ചെറിയ ചെമ്മീനല്ല, അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ കുറേശ്ശെ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കോട്ടിങ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് മൊത്തത്തിൽ കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മൈദ ഇതിൽ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ 3/4 കപ്പ് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം പാകത്തിനായിക്കോളും. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ഞാനിത് ഹോം മെയ്ഡായിട്ട് തന്നെ ചെയ്തെടുത്ത ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ട. അപ്പോൾ ഇനി നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ സാധാരണ എല്ലാ ഇതും ചെയ്യുന്ന പോലെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്നാക്കൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ക്രംസിൽ ഇട്ട് കൊടുക്കും കുറച്ചധികം. എന്നിട്ട് കൈയൊക്കെ കഴുകി ഒന്ന് തുടച്ചിട്ടാണ് നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു ബ്രെഡ് ക്രംസ് സ്പോയിലാവാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ നന്നായിട്ട് നമുക്ക് കോട്ടിങ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നനഞ്ഞ കൈ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത്ര ഇതായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക. കോട്ടിങ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ക്രംസൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മൊത്തത്തിൽ എണ്ണയിലോട്ടൊക്കെ ഈ ഒരു ഇതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ വീഴാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇങ്ങനത്തെ സ്നാക്ക് ഏത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് പിന്നീട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ആദ്യം ഫസ്റ്റ് ടൈം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എണ്ണക്ക് നല്ലോണം ഓവർ ചൂടാണ് എന്നുണ്ടെങ്കിൽ എണ്ണയുടെ പാകം, ചൂടിൻ്റെ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇട്ടപാട മുകൾ പാകം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും, പക്ഷേ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ചൂടൊക്കെ ഒന്ന് കറക്റ്റാക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. മറ്റേ സൈഡും കൂടെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് മാറ്റാം. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യം ഞാൻ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് പിന്നീട് ഒരു 2 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കി 300 ഗ്രാം നമുക്ക് ചെയ്ത് വെക്കുമ്പോൾ 2 പ്രാവശ്യം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഫ്രോസൺ ആക്കി വേണമെങ്കിലും വെക്കാം കേട്ടോ. ഫ്രോസൺ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസം കൂടുതലൊക്കെ നമുക്ക് ഫ്രീസറിൽ വെക്കാം. പിന്നെ പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് എടുത്ത് ഫ്രൈ എടുക്കാനൊക്കെ എളുപ്പമല്ലേ. അപ്പോൾ ഫ്രോസണാക്കി വെക്കുന്ന വീഡിയോ ഞാൻ ഒരുപാട് മുമ്പ് കാണിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. ആ ഒരു രീതിയിൽ തന്നെ ഇതും ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല 2 സൈഡും നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം നല്ലോണം കുറക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിപ്പോൾ ഓവറായിട്ട് ഫ്രൈ ആയി വരും. അപ്പോൾ ഇനി നമുക്കിത് മാറ്റാം. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ചെയ്തെടുക്കുമ്പോൾ കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നിങ്ങൾക്കറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രൗൺസ് വെച്ചിട്ട് ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു ഷ്രിമ്പാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു കറിയാണ്. ഫ്രോസൺ ആക്കി വെക്കാൻ പറ്റുന്ന രീതിയും കൂടിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1 ടേബിൾ സ്പൂണ് ഫുള്ള് ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ നിറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും പിന്നെ ഒരു 4-5 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ട് ചൂടായി വരുമ്പോഴേക്കും 2 സവാള, നല്ല അത്യാവശ്യം നല്ല വലിയ 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നീളത്തിൽ അരിഞ്ഞത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഒന്നിച്ച് തന്നെ ഇതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കൂട്ടും കൂടെ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നിച്ച് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത ഈ ഒരു കൂട്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. സവാളയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മാത്രം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തീ ഒന്ന് കുറച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു മസാലയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലോട്ട് മുളക് പൊടി ഒരുപാടൊന്നും ചേർക്കുന്നില്ല. നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടി പിന്നീട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എരിവിനായിട്ടും. മുളക് പൊടി കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് 2 വലിയ തക്കാളി ചേർത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു തക്കാളി ഒന്ന് വെന്ത് ഉടയുന്ന വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തക്കാളി വെന്ത് ഉടയുന്ന പരുവത്തിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ വെന്ത് വടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി മതിന് ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്നിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. വെള്ളത്തോടെ ഇട്ട് കൊടുക്കാതിരിക്കുക കേട്ടോ. നമ്മളിത് അങ്ങനെ ലൂസായിട്ട് കറി ഉണ്ടാക്കി എടുക്കുന്നതല്ല, നല്ല തിക്കായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് വെള്ളത്തോടെ എടുക്കാതെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാർന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചെമ്മീനിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ചേർക്കാം, മട്ടൻ വേണമെന്നുണ്ടെങ്കിൽ മട്ടനും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഏത് കറിയും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടിന് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാനൊന്നുമില്ല, ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. വെള്ളം ചേർക്കേണ്ട, ചെമ്മീൻ്റെ വെള്ളം തന്നെ ഇറങ്ങി വരും ഇത് വെന്ത് വരുമ്പോൾ. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ചെമ്മീൻ അറിയാമല്ലോ, അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ചെമ്മീനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഇതിൽ തന്നെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നല്ലൊരു പാകത്തിനുള്ളൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി തന്നെയാണിത്. ചൂടാറി കഴിയുമ്പോൾ ഇത് നല്ല തിക്കാകും. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ കുരുമുളക് പൊടി, തരുതരുപ്പായി പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലരിഞ്ഞത് കുറച്ചൊരു 3-4 ടേബിൾ സ്പൂണൊക്കെ ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കാം, ഏകദേശം 1/4 കപ്പ്. ഇനി 1/2 ടീസ്പൂണ് കുരുമുളക്, തരുതരുപ്പായി പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ചിക്കൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ വേവിച്ചെടുത്താൽ മതി. ചിക്കൻ വേവിച്ചെടുക്കുമ്പോഴും ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. ചിക്കൻ വേവിക്കുമ്പോൾ വെള്ളം തന്നെ ഇറങ്ങി വരും. ഇത് ഒരുപാട് അങ്ങനെ ലൂസായിട്ട് ഉണ്ടാക്കിയെടുക്കാതിരുന്നാൽ മതി ഈ ഒരു കറി. മട്ടന് അതുപോലെ ബീഫൊക്കെ ആണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ വേവിച്ചെടുക്കുക. ഒരിച്ചിരി വെള്ളം മാത്രം ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത്. ഇനി നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ ഇത് ഇതിനേക്കാളും നല്ല തിക്കാകും. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നല്ലൊരു കവറിലാക്കിയിട്ട് ഫ്രീസറിൽ
വെക്കാം. എന്ത് കറിയാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആവശ്യാനുസരണം ഇതിലോട്ട് നമുക്ക് റൈസ് വേവിച്ചിട്ടാൽ നല്ല അടിപൊളി ബിരിയാണി, ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആ ഒരു ഫ്ലേവർ തന്നെയാണ് ഈ ഒരു കറി. ഇതിപ്പോൾ കണ്ടില്ല, ഒരു ബിരിയാണിയുടെ ഒരു ഗ്രേവി പോലെ തന്നെയാണ്. പിന്നെ അതുപോലെ കറിയായിട്ടും യൂസ് ചെയ്യാം. കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമോ തേങ്ങ അരച്ചതൊക്കെ കുറച്ച് ഒരു 1/4 കപ്പിൻ്റെ അടുത്തൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 1/4 കപ്പും വേണ്ട, അതിനേക്കാളും കുറച്ച് കുറവായിട്ട് തന്നെ. പിന്നെ അതുപോലെ ചൂടാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട്. പിന്നെ അതുപോലെ ഫ്രൈ വേണമെങ്കിൽ ഫ്രൈ ആക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ. പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്കാണ് ചെമ്മീൻ കൽമാസ്. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. 1 കപ്പ് ചിരകിയ തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളി, പിന്നെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗം സവാള ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തേങ്ങ ക്രഷ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി നൈസ് പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നൈസ് പത്തിരിപ്പൊടി സാധാരണ 2 കപ്പ് പൊടി എടുക്കുമ്പോൾ 3 കപ്പോളം വെള്ളം ചേർക്കാറുണ്ട്. ഇതിലോട്ട് ഞാൻ 2.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ഈ ഒരു പൊടി ചേർത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഫ്ലെയിം നല്ലോണം കുറക്കണം. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ വാട്ടിയെടുക്കാനായിട്ട്. കാസർഗോഡൻ പത്തലിൻ്റെ പൊടിയാണെങ്കിൽ, കാസർഗോഡ് പത്തിരിപ്പൊടിയാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കണമെന്നില്ല. ചെറിയൊരു ചൂടുവെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നൈസ് പത്തിരിപ്പൊടി പച്ചരിപ്പൊടി ആയതുകൊണ്ടാണ് ഇതുപോലെ വാട്ടിയെടുക്കുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ മാവ് കുറച്ച് കട്ടിക്കന്നെ മാവാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് അയവിൽ ലൂസായിട്ടുള്ള മാവല്ല. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൻ്റെ അളവ് ഇച്ചിരി ഇതിലോട്ട് കുറച്ചത്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ 15 മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴുകി ഇതിൻ്റെ അകത്തുള്ള ഒരു ബ്ലാക്ക് പാർട്ടൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ്. 1/2 മണിക്കൂറോളം വെള്ളം സ്ട്രെയിനറിലിട്ടിട്ട് വെള്ളം വാർന്നെടുക്കണം. വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത്. വെള്ളം നല്ലോണം വാർന്നിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 15 ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വിനീഗർ, അതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന്. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ മതി. കംപ്ലീറ്റ് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലോട്ട് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും കൂടെ ചേർത്തിട്ട്, ഈ ഒരു തേങ്ങാക്കൂട്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കട്ടയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ട് ഉടച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമ്മളിത് ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമ്മൾ കൈവെള്ളയിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ ചെമ്മീൻ ഫുള്ളായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ വേവിക്കേണ്ടൊന്നും വേണ്ട, ഫുള്ളായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക, നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് രണ്ടറ്റവും കൂടെ ഇതുപോലെ ജോയിൻ ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു നീളത്തിൽ ഉന്നക്കായ ചെയ്യുന്ന പോലെ ഒരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് റോളാക്കി എടുത്താൽ മതി. ഇനി നമ്മളിത് സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം കേട്ടോ. വേവിക്കാനായിട്ട് ഓരോന്നും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. സാധാരണ വലിയ ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ വലിയ ചെമ്മീനാണെങ്കിൽ ഇതിനേക്കാളും മാവ് കൂടുതലെടുത്തിട്ട് കുറച്ചും കൂടെ വലിയ സൈസിൽ പരത്തിയെടുത്താൽ മതി. ചെമ്മീൻ്റെ സൈസ് അനുസരിച്ച് മാവിൻ്റെ നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്നത് വലുതാക്കി എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ നല്ലോണം തിന്നാക്കിയിട്ട് അങ്ങനെ പരത്തിയെടുക്കണ്ട, ഒരു മീഡിയം തിക്നെസ്സോടെയാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അങ്ങനെ തിന്നാക്കിയിട്ടല്ല കേട്ടോ. നല്ലോണം തിന്നാക്കുമ്പോൾ വേവിച്ചെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
പിന്നെ അതുപോലെ കല്ലുമ്മക്കായ അപ്പം ചെയ്യുന്ന പോലെയാണ് കേട്ടോ ഇത്. കാസർഗോഡ് ഫേമസ് ആണ് കല്ലുമ്മക്കായ അപ്പം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെമ്മീൻ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കൽമാസ് എന്നാണ് പറയാറുള്ളത്. കാസർഗോഡ് സ്പെഷ്യലാണിത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ചെമ്മീൻ വേവിക്കാത്ത ഇങ്ങനെ വെച്ചിട്ട് വെന്ത് വരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യാനുണ്ട്. ഇത് വേവിച്ചെടുത്ത ശേഷം അപ്പോൾ ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയിട്ട് നമുക്കൊരു 15-20 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു മസാല കൂട്ട് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 2-3 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലോട്ട് വേണ്ടത് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം അങ്ങനെ ഇത് തിക്കായിട്ടുള്ള പേസ്റ്റല്ല വേണ്ടത്, കുറച്ച് ലൂസായിട്ടാണ് നമ്മളിതിൽ ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ മീനൊക്കെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയാണ്, പക്ഷെ അത്രയും തിക്കായിട്ടുള്ള മസാലയല്ല വേണ്ടത്, കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മാവാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്താൽ മതി. അങ്ങനെ തിക്കായിട്ട് മിക്സ് ചെയ്തെടുക്കണ്ട, ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് പൊരിച്ചെടുക്കാനായിട്ടുള്ള മസാലക്കൂട്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ഈ ഒരു അപ്പം വെന്ത് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിന്. ഒരു 15-20 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ടായിന്. എന്നിട്ട് ഇതിപ്പോൾ ചെറുതായിട്ടേ ചൂടാറിയിട്ടുള്ളൂ, പക്ഷേ കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്നും എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഈ ഒരു മസാലക്കൂട്ടിൽ ഡിപ്പ് ചെയ്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ. എണ്ണയുടെ അളവൊക്കെ നിങ്ങൾക്ക് കുറക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് എണ്ണ മാത്രം മതിയെങ്കിൽ കുറച്ച് എണ്ണ മാത്രം ചേർത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ മാറ്റാം കേട്ടോ. പിന്നെ നമ്മൾ അപ്പം വേവിച്ചെടുക്കുമ്പോൾ സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണ്ട. നമ്മൾ ഓരോന്നും ലെവലായിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നല്ല സോഫ്റ്റാണ് നമ്മൾ ചെമ്മീനൊക്കെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോന്നും ലെവലായിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായി വെക്കാതെ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ 2 സൈഡും ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ വെച്ചിട്ടുള്ള കൽമാസ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ചെമ്മീൻ ഉണ്ടപ്പുട്ടാണ്. ചെമ്മീൻ ഉണ്ടപ്പുട്ടും അതുപോലെ ഇലയടയും. ഇലയില്ലാത്ത നമുക്ക് ഇലയട ഉണ്ടാക്കുന്ന രീതിയും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 300 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെമ്മീനാണ് കേട്ടോ ഏറ്റവും നല്ലത്. വലിയ ചെമ്മീനാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്തിട്ടുള്ള ചെമ്മീനാണ്. അപ്പോൾ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. വെള്ളം നല്ലോണം വാലാൻ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ ഒരുപാട് വെള്ളം അതിലിറങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് വാലാൻ വെച്ചിട്ട് എടുക്കുക. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് 1 ടീസ്പൂണ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ മാത്രം വിനീഗർ അല്ലെങ്കിൽ ലെമൺ ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വേണം മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 3 കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 3 കപ്പ് പത്തിരിപ്പൊടിക്ക് ഓൾമോസ്റ്റ് 4.5 കപ്പ് അല്ലെങ്കിൽ ഒരു 5 കപ്പോളം വേണ്ടി വരാറുണ്ട്. അപ്പോൾ ഓരോ പത്തിരി മാവിനും പത്തിരിപ്പൊടിക്കും വ്യത്യാസം ഉണ്ടാവും. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1 ടീസ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിള വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് പത്തിരിപ്പൊടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതിലോട്ട് മാവ് കുറേശ്ശെ ചേർത്തിട്ട്
മിക്സ് ചെയ്ത് കൊടുക്കുക. നൈസ് പത്തിരിപ്പൊടിയാണെങ്കിൽ ചെറിയ തീയിലൊന്ന് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കുക. ഇതിപ്പോൾ നൈസ് പത്തിരിപ്പൊടിയല്ല, നമ്മുടെ നോർമൽ പത്തിരി പൗഡറാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പത്തിരിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ കാണാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയ ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു സമയം നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ഈ ഒരു പാത്രം നല്ല ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുക. ഇത് ചൂടായി വരുമ്പോഴേക്കും സവാള ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ 2 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ സവാളയാണെങ്കിൽ 3 എണ്ണം എടുക്കുക, വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം മതി. പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂണ് ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണ്. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് പച്ചമുളകും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ കൂടെ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു മസാലപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ വെള്ളമൊക്കെ പുറത്ത് വരും. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മസാലയാണ് വേണ്ടത്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക. ഇതിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ട് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല തിക്കായിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത മസാലയാണ്. അപ്പോൾ ഇതുപോലെ മസാല ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പത്തിരിക്കൊക്കെ നമ്മൾ കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ മാവ് ലൂസാണ് എന്നുണ്ടെങ്കിൽ ഒരിച്ചിരി പത്തിരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒരു ബോൾസാക്കി എടുക്കാൻ പാകത്തിന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഉണ്ടപ്പുട്ടും ഇലയടയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സ്റ്റീമറിൽ ഞാൻ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ നമ്മുടെ മസാലയും ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങ വേണം നമുക്ക് ഈ ഒരു ബോൾസ് ഒന്ന് ഉരുട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് ഒന്ന് ബോൾസാക്കി എടുക്കാം. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ ചെയ്യുന്ന ആ ഒരു സൈസിലുള്ള ബോൾസാക്കി എടുത്താൽ മതി. പിന്നെ വലിയ ബോൾസ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വലുപ്പം കൂട്ടിയിട്ടെടുക്കാം, അല്ലെങ്കിൽ ചെറുതാക്കി എടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒന്ന് സ്പേസ് ആക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഹോൾസാക്കി കൊടുത്തിട്ട് കുറച്ചും കൂടെ നല്ലോണം കട്ടിക്ക് വേണ്ട കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തിന്നാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്പേസ് ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഒരുപാട് നിറച്ച് വെച്ച് കൊടുക്കണ്ട. നമുക്കിത് മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. മസാല ഒട്ടും പുറത്ത് വരരുത്, ആ ഒരു രീതിയിലാക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നല്ലോണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. രണ്ടും കൂടെ ജോയിൻ ആവുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവരുത്, അല്ലെങ്കിൽ മസാല അതിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ വരും. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമ്മളിനി ഈ ഒരു ബോൾസ് തേങ്ങയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു തേങ്ങ ഒന്ന് ഉരുട്ടി കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ആ ഒരു സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു തട്ടിലോട്ട്
ആക്കി കൊടുക്കുക, വെച്ച് കൊടുക്കുക ഓരോന്നായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഓൾറെഡി തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഈ ഒരു തട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ 7 എണ്ണമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വെള്ളം തിളച്ചതിന് ശേഷം 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇലയില്ലാതെ ഇല അട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലുള്ള ഷീറ്റിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോൾസാക്കി എടുക്കുക. എത്ര വലിയ സൈസാണോ ആ ഒരു രീതിയിൽ ബോൾസാക്കി എടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് തിന്നാക്കി എടുക്കണ്ട, അതുപോലെ ഒരുപാട് കട്ടിക്കുമല്ല. അപ്പോൾ ഈ ഒരു സൈസിൽ കുറച്ചും കൂടെ ഒന്ന് ചെറിയൊരു തിക്നെസ്സോടെ തന്നെ ആക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് മസാല വെച്ച് കൊടുക്കാം. അതിൻ്റെ സൈഡിലോട്ടൊന്നും ആവാത്ത നോക്കണം, നടുക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സൈഡിലുള്ളതൊക്കെ ഒന്ന് നടുക്കാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ 2 അറ്റവും കൂടെ നമുക്ക് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒന്നിച്ചാക്കാം. അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്നിച്ചാക്കിയെടുക്കാം. അപ്പോൾ മസാലയൊന്നും ഒട്ടും പുറത്ത് വരില്ല. പിന്നെ നമുക്കിത് കവറിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇലയില്ലാതെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് മസാലയൊക്കെ നല്ല പാകത്തിന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇല വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ പരത്തിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചെമ്മീൻ ഉണ്ടപ്പുട്ട് ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു പ്ലേറ്റ് ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളി ആയിട്ടുള്ള ചെമ്മീൻ ഉണ്ടപ്പുട്ടാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മസാലയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതും കൂടെ സ്റ്റീം ചെയ്തെടുക്കാം. അട ഷേപ്പിൽ ഉണ്ടാക്കിയത്. ഇതും ഒരു 15 മിനിറ്റ് വെള്ളം തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്നും മാറ്റാം. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ മറ്റതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ചെമ്മീൻ ഉണ്ടപ്പുട്ടും ഇല അടയും കൂടിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു ഗീ റോസ്റ്റാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ ശേഷം ക്ലീൻ ചെയ്ത ശേഷമുള്ള അളവാണ് 1/2 കിലോ എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലോട്ട് ആക്കി കൊടുക്കാം. ഇത് കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ വാർന്ന് വെച്ചിട്ടുള്ള ചെമ്മീനാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒരു ബ്ലാക്ക് പാർട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കാൻ. മൊത്തത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ബ്ലാക്ക് പാർട്ടൊക്കെ മാറ്റി നന്നായി കഴുകിയെടുത്ത് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വാർന്നെടുക്കുക ഒരു സ്ട്രെയിനറിലിട്ടിട്ട്. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാനുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് 1-2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റോളം ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഒരു 15 മിനിറ്റോളമൊക്കെ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ളൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് പെരുംജീരകം, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ചെറിയ തീയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് നേരം കളർ മാറാനൊന്നും നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾ മല്ലി വടിച്ചിട്ടെടുക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പ്ലസ് 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നിറച്ച് എടുക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രം മതി. ബാക്കിയൊക്കെ വടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പെരുംജീരകം അതുപോലെ ചെറിയ ജീരകമൊക്കെ. അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കൺഫ്യൂഷൻ വേണ്ട. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലോട്ട്
കാശ്മീരി മുളകാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അധികം എരിവില്ലാത്ത മുളകാണ്. ഇതിപ്പോൾ ചെറിയ സൈസ് മുളകായതുകൊണ്ട് ഞാൻ 20 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു മീഡിയം സൈസിലുള്ള മുളകാണെങ്കിൽ ഒരു 15 എണ്ണമൊക്കെ എടുത്താൽ മതി. അതുപോലെ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള മുളകാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി അല്ലി, ഇതും ചെറിയ സൈസ് ആയതുകൊണ്ട് ഞാൻ 15 അല്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 അല്ലിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 1/2 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 ടീസ്പൂണൊക്കെ നിറച്ചെടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള, വലിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയൊന്നും വേണ്ട. അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് അരക്കാനായിട്ട് പാകത്തിന് വെള്ളം, അപ്പോൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള മുളകിൻ്റെ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. കഴുകി കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് മുളകിൻ്റെ വെള്ളം തന്നെ, കുതിർത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയി, അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8 or 10 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മഷി പോലെ അധികം ലൂസാവാത്ത നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം, ഒരു കടായി ചൂടാകുമ്പോൾ ഇതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രൗൺസ് മൊത്തത്തിലിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്നൊരു ഹാഫ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു പകുതി വേവ് വേവിച്ചെടുത്താൽ മതി. നല്ലോണം അങ്ങനെ ഫ്രൈ ചെയ്ത് മൊരിച്ചെടുക്കണമെന്നില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ടൊക്കെ ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അത് കുഴപ്പമില്ല. നമുക്കൊരു പകുതി വേവ് ആകുമ്പോൾ ഇതിൽ നിന്നും ഈ ഒരു പ്രൗൺസ് മാറ്റിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിൽ നിന്നും ഈ ഒരു ചെമ്മീൻ മാത്രമായിട്ട് മാറ്റാം. ഇതിലുള്ള വെള്ളം, അതുപോലെ നെയ്യും അതുപോലെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും മാറ്റണ്ട. ഈ ഒരു ചെമ്മീൻ മാത്രമായിട്ട് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല ഈ ഒരു സെയിം പാത്രത്തിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് വേണ്ടത് മൊത്തത്തിൽ ഏകദേശം 1/2 കപ്പോളം നെയ്യ് വേണം കേട്ടോ. ഈ ഒരു ചെമ്മീൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു 1/2 കപ്പിൻ്റെ അടുത്തൊക്കെ എന്തായാലും ചേർത്ത് കൊടുക്കുക. 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ നെയ്യ് എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യം 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് നമ്മൾ വീണ്ടും നെയ്യ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്, ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നത്. ഒരു 15 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1/4 കപ്പോളം നെയ്യ് കുറേശ്ശെ ചേർത്തിട്ട്, ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. മൊത്തത്തിലൊരു 15 മിനിറ്റൊക്കെ സമയം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് തിക്കായിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ ഒരു നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന പരുവം, ഒരു തിക്കായിട്ട് കിട്ടണം. ഇത് റോസ്റ്റ് ചെയ്ത് അതാണ് ഈ ഒരു ചെമ്മീൻ ചെമ്മീനാണെങ്കിലും നമുക്ക് ഇതേപോലെ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ചെമ്മീന് പകരം ചിക്കൻ ചേർത്തിട്ടും ചെയ്യാം. അപ്പോൾ ഗീ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് നെയ്യ് നമ്മൾ എത്രത്തോളം ചേർക്കുന്നുണ്ട് അത്രയും ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ നെയ്യ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച 1/4 കപ്പ് നെയ്യ്, 4 ടേബിൾ സ്പൂണാണ് കേട്ടോ 1/4 കപ്പ് നെയ്യ്. അപ്പോൾ ചേർക്കുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 4 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 15 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇതൊന്ന് നല്ല തിക്കായിട്ട് ഇതിൻ്റെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവമായി കിട്ടണം. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. 15 മിനിറ്റോളം, ഏകദേശം 15 മിനിറ്റോളം വഴറ്റി കൊടുത്തിട്ടുണ്ടായിന്. ഇതിപ്പോൾ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല റോസ്റ്റായി വന്നിട്ടുണ്ടെന്ന്. നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ വഴറ്റി കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് നല്ല റോസ്റ്റായിട്ട് നല്ല തിക്കായി നെയ്യൊക്കെ തെളിഞ്ഞ് വരും. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെമ്മീൻ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് ആദ്യം.
അപ്പോൾ മൊത്തത്തിൽ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വീണ്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഒന്ന് വീണ്ടും വഴറ്റി കൊടുത്തിട്ടുണ്ട് ചെമ്മീൻ ചേർത്ത ശേഷം. അപ്പോൾ ഇത്രയും മതി. നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ഗീ റോസ്റ്റാണ്. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയില അരിഞ്ഞതാണ്. അപ്പോൾ ഒരു മസാലയിൽ ഒരു പരണ്ടിരിക്കുന്ന ഒരു പരുവാണ് കേട്ടോ ഈ ഒരു ഗീ റോസ്റ്റ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പോൾ മാംഗ്ലൂരിലൊക്കെ ഫേമസ് ആണ് ഈ ഒരു ചെമ്മീൻ ഗീ റോസ്റ്റ് ആണെങ്കിലും ചിക്കൻ ഗീ റോസ്റ്റ് ആണെങ്കിലൊക്കെ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നമ്മളിങ്ങനെ കറി ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇതിപ്പോൾ ഇതും കൂടെ മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു പരണ്ടിരിക്കുന്നൊരു പരുവാണ് ഈ ഒരു ഗീ റോസ്റ്റ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നീർദോശ അതുപോലെ എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. നീർദോശയാണ് കേട്ടോ പ്രത്യേകമായിട്ട് സെർവ് ചെയ്യാറുള്ളത് ഈ ഒരു ഗീ റോസ്റ്റിൻ്റെ കൂടെ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.